ഹലോ ഗേസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ കുഞ്ഞുമത്തി മീൻകറി വെക്കുന്ന വീഡിയോയുമായി വന്നിട്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഉണക്കമുളക് ഒന്ന് പേണ്ടി ചൂടാക്കി എടുക്കാം കേട്ടോ. അതായത് എനിക്ക് ഇനി കുറച്ച് എണ്ണ ഒഴിക്കുക, എന്നിട്ടൊന്ന് ഈ ഉണക്കമുളക് വറുത്തെടുക്കണം കേട്ടോ. ഈ വറുത്തെടുക്കുമ്പോൾ 2 ഇല്ലി കരിവേപ്പിൻ്റെ ഇല ഇടും, ഒരു നുള്ളിൽ പെരിഞ്ചീരകം ഇടും കേട്ടോ. നല്ലോണം വറുക്കുക. നമുക്കത് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. ഇതുണ്ടാകും ഇതിലേക്ക് കറിയിൽ വേണ്ട ചേരുവകളാണ് കേട്ടോ. അതൊക്കെ അരച്ചെടുത്ത മുളകാണ് ഇട്ടത്. ആദ്യം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടിട്ട് എണ്ണ ചുട വരുമ്പോൾ ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ളി ഇടാം കേട്ടോ. ഈ ഉള്ളി ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇതുണ്ടാവും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. 2 പച്ചമുളക് കീറുകയും ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ആക്കുക കേട്ടോ. അതിലേക്ക് തക്കാളി ഇടുക. ഈ തക്കാളി ഉള്ളിയിലൊന്ന് മിക്സ് ആക്കണം. ഇനി അതെല്ലാം കൂടിയിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കുക. നമുക്ക് അരച്ച് വെച്ച മുളകില്ല, അത് ഞാൻ ഒഴിക്കാട്ടെ. ഇതിലേക്ക് നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒഴിക്കാം. ഞാൻ അത് ഈ മിക്സ് ഒന്നാകണ്ട് എല്ലാം കൂടിയിട്ടൊന്ന് നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. ഒന്നിങ്ങനെ മൂത്ത് തരുന്നില്ല, കൂടി മിക്സ് ചെയ്ത് ഒന്നിങ്ങനെ തള വന്ന് തരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് അരപ്പിൽ കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കുക കേട്ടോ. ആ പത്രത്തിൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്നുകൂടി മിക്സ് ആക്കുക. ഉണ്ടോ, നമുക്ക് ആവശ്യത്തിന് പുളി പിഴിഞ്ഞിട്ട് ആ വെള്ളം ഒഴിക്കാത്ത ഇതിലേക്ക് നല്ല പുളി വെള്ളം ഒഴിച്ച് ഇനി കുറച്ചുകൂടി ഒഴിക്കാട്ടോ. എന്നിട്ട് നല്ലോണം ആ പുളി വെള്ളത്തിൽ മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ശബ്ദമൊക്കെ ഒരു ജാതി ഉണ്ടാവും കേട്ടോ. പനിയാണ് അത് കാരണം കേട്ടോ. കണ്ടോ, നല്ല തള വരുന്നുണ്ട്. നല്ലോണം തിളച്ച് വരുമ്പോൾ 2 ഇല്ലി കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അരച്ച് വെക്കുമ്പോൾ കുഞ്ഞുമത്തി കുറച്ച് ആയിട്ട് ഇങ്ങനെ അരച്ച് വെക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാട്ടോ. നമ്മൾ അമ്മിയിലൊക്കെ അരച്ച് വെക്കുന്ന ടേസ്റ്റ് കിട്ടും. നമുക്ക് അതിലേക്ക് മത്തിയിട്ട് കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെക്കാട്ടെ. ഇനി തിളക്കട്ടെ. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.